നമ്മൾ കുറെ ദിവസത്തിന് എടുക്കാന്നറിയാതെ ട്രിപ്പ് പോയി. ഇനി എന്നാ നല്ല ഫുഡ് തിന്നാൻ പറ്റാന്നൊന്നും അറിയില്ല. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവായ സ്പോട്ടിക്കാണ് വന്നിട്ട് ടീ ആൻഡ് പെരുന്തമണ്ണൊക്കെ നമ്മൾ സാധാരണ പോകും. ഇപ്പൊ പട്ടാമ്പി പോലെ പുതിയ ഷോപ്പ് പറയണ്ടല്ലോ. ഇവിടെ അലാക്കിന്റെ തിരക്ക് ഓലെ യൂണീക്ക് സാധനം വന്നു. പച്ചമാങ്ങ സലാഡ്. ഇമാതിരി ഒരു സലാഡ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നിട്ടില്ല. ഷവായുടെ അതുപോലെ തന്നെ ഓല ഷവർമ്മക്കോ അലാക്കിന്റെ ഇത് നോർമൽ ഷവർമ്മ ടോപ്പ് സാധനം. ഒരു ഫുൾ മീറ്റ് ഷവർമ്മകൾ തിന്നോക്കില്ല ഒന്ന് തിന്നോക്കണ്ടല്ലോ മുതൽ തന്നെ അത്ര അടിപൊളി. അവിടെ പിന്നെ മൊമോസുകളും ഈ സാധനം അവിടുത്തെ മസ്റ്റ് ട്രൈ സാധനം. ഇതുവരെ തിന്നാത്തോണ്ടെങ്കിൽ തിന്നോക്കിയോളി. പേരൊന്നും അറിയില്ല ചോദിച്ചാണ് വാങ്ങിക്കും. നമ്മളെ മെയിൻ സാധനത്തെ അതിനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. തിന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഷവായ TNT ഷവായ. പീസ് എടുത്ത് ആ 3 സോസിൽ മുക്കിയാണ് തിന്നാണ്ട്. എന്റെ ഫീല് രാജസ്ഥാൻ മരുഭൂമിയിൽ വള്ളം കണ്ട ഫീൽ. അവിടുന്ന് കുറെ മൊയ്ത്തോസും കുടിച്ച് നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ പിരിവിനെ തന്നെ പിച്ചക്കാരത്തില്ല. മേക്കപ്പ് ഇടാത്ത മെഹറാണ്. മേക്കപ്പ് ഇട്ടാലും രസലാന്ന് അതിനറിയില്ലല്ലോ. 2 കിലോമീറ്റർ ആയപ്പത്തിന് ഓളം ബന്ദിപ്പൂർ എത്തിയപ്പത്തിന് കാണുന്ന ആനന്റെ ചന്തിയ. നേരം വെളുക്കാൻ നേരല്ല അപ്പത്തിന് ഓള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെങ്ങായി റോസാപ്പൂ വെക്കാൻ വന്ന ഓള് ഓളെ രസം കണ്ടു കൊടുത്തിട്ടാണ്. ബൈക്ക് എന്താ പ്രാന്തം. വേറെ സെലിബ്രിറ്റി ആണ്. രാവിലെ നീച്ച പല്ലൊക്കെ ഈ മെഹറിന്റെ ഒപ്പം നടത്തിട്ട് പല്ല 2 നായ്ക്കൾ എന്നിട്ട് 2 കുട്ടികളെ ഇപ്പോഴും പൗഡർ ഇട്ട് കണ്ടാണ്. ഇതിന് പിന്നെ അതിനുള്ള ബോധമുള്ളൂ എന്ന് കരുതാം. നമുക്ക് ഗിനിപ്പന്തി കടന്നുറങ്ങണ കാണാത്തോലും ആണെങ്കിൽ കണ്ടോളി. ഞാൻ കളിയാക്കണൊക്കെ എഴുതിയൊക്കെയാണോളൂ. സെമീറ എന്നിട്ട് പകരം കൂട്ടാൻ മടിവാളല്ലേ കാസ്റ്റൽ റെസ്റ്റോറന്റ് പോയിട്ട് ഓരോ മധുകുത്തും. അവിടെ മിസ്റ്റർ ബോബെ പോയിട്ട് ഓരോ ബോബയും കുത്തി കഴിയും. പിന്നെ സ്റ്റാർട്ട് ചെയ്തു വണ്ടി വിടൽ. ഒരു ഷോപ്പ് കയറി കണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കും. പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കണ്ട് ഏതാ വണ്ടെന്ന് ചോദിച്ചു. ഇല്ലാതെ വരെ പോയ പെണ്ണുങ്ങളെ കൂമ്പിനി ഓടിട്ടോണ്ട് എത്തണില്ല. നമ്മളങ്ങനെ ഒരു കട്ടനാണ് പിടിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഗോവയിൽ നിൽക്കാന്ന് വിചാരിച്ചു. ഗോവയിൽ ഭാഗ്യത്തിൽ ആള് കിണ്ടിയായി. ഓളൊന്ന് ചാമ്പ്യൻ സെലിബ്രിറ്റി ആണെങ്കിലും ഇനി മുതൽ ഓൾ ഇവിടെ പട്ടിപ്പണി എടുക്കാൻ പോകും. ബാക്കി നാളെ